ഹലോ നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ജർമ്മനിയിൽ ചെയ്തു വരുന്ന ജോബിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി തുടങ്ങി ഇതിപ്പോൾ മാർച്ചായി. ദാറ്റ് മീൻസ് ഒരു വർഷവും ഒരു മാസവും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇനി കാര്യങ്ങളെല്ലാം പറയാം. മീൻസ് എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ എബ്രോഡ് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ ഇവിടുത്തെ പാർട്ട് ടൈം വർക്കുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ അറിവിൽ എബ്രോഡ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഡെലിവറി ജോബിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ സഹായമാകും. ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ജോബിന് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതേപോലെ ഈ ജോബിന്റെ റിക്വയർമെന്റും സാലറിയും ഇനി ഈ ജോബ് നമ്മൾ എങ്ങനെ ചെയ്യണമെന്നും വിശദമായി പറയുന്നുണ്ട്. ആദ്യം തന്നെ എന്താണ് ജോബ് എന്ന് പറയാം. ഫുഡ് ഡെലിവറി, അതായത് നമ്മൾ നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചൂസ് ചെയ്ത ടൈമിങ്ങിൽ നമ്മൾ സിറ്റിയുടെ പല ഭാഗത്തേക്കും കസ്റ്റമേഴ്സിന് ഫുഡ് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി പോലെ തന്നെ. ഞാൻ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ലീഫറാണ്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ജർമ്മനിയിൽ ഇതുപോലത്തെ മറ്റൊരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഫ്ലിങ്ക്, ഡൊമിനോസ്, അതുപോലെ വോൾട്ട്. പിന്നെ ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസ് കൂടാതെ പല റെസ്റ്റോറൻറ്റുകളും അവരുടേതായിട്ടുള്ള ഡെലിവറി ജോബ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലുള്ള ഡെലിവറി ജോബ്സിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ജോബിൽ നമ്മൾ എംപ്ലോയറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ ഉണ്ടാവുന്നേ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ഫോൺ തന്നെയാണ് നമ്മുടെ എംപ്ലോയർ. ഫോണിൽ വരുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ ഓർഡർ എടുക്കുകയും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് പറയേണ്ടത് ഈ ഒരു ജോബിന്റെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് സ്ഥിരമായി ക്ലാസ്സുകളുള്ള സമയമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ക്ലാസ്സുകളുടെ കൂടെ പാർട്ട് ടൈമും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ മിനി ജോബ് പ്ലാൻ ചെയ്ത് ആ ദിവസങ്ങളിൽ ഷിഫ്റ്റ് എടുക്കാവുന്നതാണ്. മൂന്നാമതായി പറയാനുള്ളത് ഈ ഒരു ജോബ് നമുക്ക് വരുന്നൊരു ഫ്രീഡമാണ്. നമ്മൾ നിൽക്കുന്ന സിറ്റിയുടെ മുക്കും മൂലയും അറിയാനായി ആ ഒരു സിറ്റിയെ എക്സ്പ്ലോർ ചെയ്യാനായി ഈ ഒരു ഒറ്റ ജോബ് മതി. ഇതിനൊക്കെ പുറമെ നല്ലൊരു ആക്ടിവിറ്റി കൂടെയാണല്ലോ സൈക്ലിംഗ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ടും ഈ ഒരു ജോബ് വിടാതെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ ഒരു ജോബ് ചെയ്യുന്നതിനായി നിങ്ങൾക്കൊരു സൈക്കിൾ അത്യാവശ്യമാണ്. ചില സ്ഥലങ്ങളിൽ ലീഫറാണ്ട് അവരുടെ ഹബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളിടത്ത് ലീഫറാണ്ട് തന്നെ സൈക്കിൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ഫോർ എക്സാമ്പിൾ എന്റെ സ്ഥലത്ത് ലീഫറാണ്ട് ഹബ്ബ് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായി സൈക്കിൾ വേണം ഈ ഒരു ജോബ് ചെയ്യാനായി. ഒരു നല്ല സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ 80 യൂറോ മുതൽ ക്ലൈനന്റ് സൈഡിൽ നിന്നും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ജോബിൽ നിന്ന് കിട്ടുന്ന സാലറിയെ കുറിച്ച് സംസാരിക്കാം. ഒരു മണിക്കൂറിന് 12.83 യൂറോ ആണ് സാലറി ആയിട്ട് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുന്ന സാലറിക്ക് പുറമെ ചെയ്യുന്ന ഓർഡറിനനുസരിച്ചുള്ള ബോണസും ടിപ്പും എക്സ്ട്രാ കിട്ടുന്നതാണ്. ഇനി ഒരു ജോബിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയാം. നമ്മളുടെ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സിറ്റി സെന്ററിന് 500 മീറ്റർ ചുറ്റളവിൽ എത്തിയിരിക്കണം. അവിടെ എത്തിയതിനു ശേഷം നമുക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള സ്കൂബർ എന്ന് പറയുന്ന ആപ്പിൽ നമ്മൾ സ്റ്റാർട്ട് വർക്കിംഗ് എന്ന് നോട്ടിഫൈ ചെയ്യണം. ആ ഒരു സമയം മുതൽ നമ്മുടെ ഷിഫ്റ്റ് തീരുന്നിടം വരെയും നമ്മുടെ ഫോണിന്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കും. അതനുസരിച്ചായിരിക്കും നമുക്ക് ഓർഡർ കിട്ടുകയും നമ്മൾ ആ ഓർഡർ പിക്ക് ചെയ്യുന്നതും കസ്റ്റമറിന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് മനസ്സിലാകാനായിട്ട് ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഓർഡർ വെച്ച് നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഷിഫ്റ്റിലുള്ള സമയത്ത് നമ്മുടെ ഫോണിൽ ഒരു പിക്കപ്പ് നോട്ടിഫിക്കേഷൻ ഈ കാണുന്ന രീതിയിലായിരിക്കും വരിക. ഇതിൽ റെസ്റ്റോറന്റിന്റെ പേരും ഉണ്ടാവും, നമ്മൾ കൊടുക്കേണ്ട കസ്റ്റമറിന്റെ പേരും അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുകയും റെസ്റ്റോറന്റിൽ നമ്മുടെ ഓർഡറിന്റെ നമ്പർ കാണിക്കുകയും ആ ഓർഡർ അവർ വെരിഫൈ ചെയ്തതിനു ശേഷം ഓർഡർ റെഡിയാക്കി നമുക്ക് തരികയും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ ആ ഓർഡർ നമ്മുടെ ബാഗിനുള്ളിൽ വെച്ച് അവിടുന്ന് ഇറങ്ങാവുന്നതാണ്. ഇനിയുള്ളത് അധികം വൈകാതെ കസ്റ്റമറിന് ഫുഡ് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ഇതേപോലെ കസ്റ്റമറിന്റെ അപ്പാർട്ട്മെന്റിന് മുമ്പിലെത്തിയാൽ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് കസ്റ്റമറിന്റെ പേര് അവിടെ വെച്ചിരിക്കുന്ന ആ ലിസ്റ്റിൽ നിന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മുടെ കസ്റ്റമറിന്റെ പേര് കണ്ടുപിടിച്ച് അതിന് നേരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ആ സമയം കസ്റ്റമറിന്റെ അപ്പാർട്ട്മെന്റിൽ ബെല്ലടിക്കുകയും കസ്റ്റമർ അവിടെ നിന്നും നമുക്ക് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് തരികയും ചെയ്യും. ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങുകയും മെയിൻ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തിരിക്കണം. അപ്പോൾ ലീഫറാണ്ടോ സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോൺട്രാക്ട് ടൈപ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒന്നെന്ന് പറയുന്നത് മിനി ജോബ് ആണ്, മറ്റൊന്നെന്ന് പറയുന്നത് മിഡി ജോബ് ആണ്. മിനി ജോബ് എന്ന് പറയുന്നത് ആഴ്ചയിൽ നമുക്ക് മാക്സിമം 10 മണിക്കൂർ വർക്ക് ചെയ്യാം, മിനിമം 5 മണിക്കൂർ. അങ്ങനെ ഒരു മാസത്തിൽ മിനിമം 20 ടു മാക്സിമം 40 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്ട് ആണ് ഇത്. അടുത്ത കോൺട്രാക്ട് ടൈപ്പ് എന്ന് പറയുന്നത് മിഡി ജോബ് ആണ്. ഈ മിഡി ജോബിന്റെ അണ്ടറിൽ ആഴ്ചയിൽ മിനിമം 12 മാക്സിമം 19 എന്നാണ് വർക്കിംഗ് ഹവേഴ്സിന്റെ കണക്ക്. അങ്ങനെ ഒരു മാസം നോക്കുമ്പോൾ മാക്സിമം 76 ആയിരിക്കും നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ്. നോർമലി ഒരു പാർട്ട് ടൈം ചെയ്യുന്ന ഒരാൾക്ക് മാക്സിമം വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് 80 മണിക്കൂറാണ്. പക്ഷേ ഈ ഒരു കോൺട്രാക്ട് പ്രത്യേകം സ്റ്റുഡൻസിന് വേണ്ടിയാണ് ലീഫറാണ്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോൺട്രാക്ട് അണ്ടറിലെ പ്രത്യേകത എന്ന് പറയുന്നത് ടാക്സ് കട്ടിങ് വളരെ കുറവായിരിക്കും. കൂടുതൽ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കോൺട്രാക്ട് ടൈപ്പ് ആണിത്. പക്ഷേ ഇതിന്റെ ഒരു പോരായ്മ ഞാൻ മനസ്സിലാക്കിയത്, ഇതിന്റെ അണ്ടറിൽ നമുക്ക് ടാക്സ് കട്ടിങ് കുറച്ച് കിട്ടുന്ന നമ്മുടെ ഒരു സം എമൗണ്ടിൽ നിന്ന് നമ്മൾ സ്വയം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 140 യൂറോസ് റേഞ്ചിലാണ് നിൽക്കുന്നത്. അത് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു പാർട്ട് ടൈം കോൺട്രാക്റ്റിൽ കിട്ടുന്ന ഒരു എമൗണ്ടുമായിട്ട് സെയിം തന്നെ ആയിരിക്കും. ശരിക്കും ഇതല്ല ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത്. ഒരു മിഡി ജോബ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു മിനി ജോബും കൂടെ ഇതിനോട് കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മളൊരു പാർട്ട് ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ ഒരു മിനി ജോബ് കൂടെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ലീഫറാണ്ടോയുടെ ഭാഗത്തു നിന്നും ഒരു പാർട്ട് ടൈം കോൺട്രാക്ട് നമുക്ക് തരുന്നില്ല. അതായത് ഒന്നെങ്കിൽ മിനി ജോബ് അല്ലെങ്കിൽ മിഡി ജോബ്, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ
ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സമയം 2 ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലീഫ്രണ്ടോടെ മിഡി ജോബ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു ജോബ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇതാണ് ഇതിന്റെ ഈ ഒരു കോൺട്രാക്ടിന്റെ പോരായ്മ എന്ന് പറയുന്നത്. ഒരേ സമയം 2 ജോബിൽ ഏർപ്പെടാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസിന് ലീഫ്രണ്ടോ മിനി ജോബ് ആയിട്ട് എടുത്തതിന് ശേഷം മറ്റൊരു പാർട്ട് ടൈം കണ്ടുപിടിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി ഈ ജോബിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്ലിക്കേഷൻ പ്രൊസീജിയർ വളരെ സിമ്പിൾ ആണ്. ലീഫ്രണ്ടോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്ന് അവിടെ ജോബ് പോർട്ടലിൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആയിട്ടുള്ളത്. അതിനുശേഷം ആ ഒരു സിറ്റിയിലെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് മെയിലിൽ റിപ്ലൈ വരുന്നതാണ്. മെയിലിലൂടെ തന്നെയാണ് കോൺട്രാക്ട് തരുന്നത്. കോൺട്രാക്ട് സൈൻ ചെയ്ത് തിരിച്ചയച്ചതിന് ശേഷം ആദ്യം ലീഫ്രണ്ടോ നമുക്ക് ഈ ജോബ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് പോസ്റ്റലായിട്ട് അയച്ചു തരും. ഈ എക്യുപ്മെന്റ്സിൽ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബാഗും തെർമൽസ് അറ്റാച്ച് ചെയ്ത ജാക്കറ്റും ഗ്ലൗസും എല്ലാം ഉൾപ്പെടുന്നു. അങ്ങനെ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലെത്തി തൊട്ടടുത്ത ആഴ്ച തന്നെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ വീഡിയോയിൽ നിന്നും ഡെലിവറി ജോബ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചൂസ്.